നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസും റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലലും പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഫിസിക്സിന്റെ ടെക്സ്റ്റ് പേജ് നമ്പർ 17ലും 18ലും നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the current if 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? 4 ഓമും 2 ഓമും ഉള്ള പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നു, എന്നിട്ട് അതിലേക്ക് 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. അങ്ങനെയാണെങ്കിൽ അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു 4 ഓം 2 ഓം റെസിസ്റ്റേഴ്സ് ശ്രേണിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു, സീരീസിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സഫല പ്രതിരോധം നമുക്ക് കണ്ടുപിടിക്കാൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to എന്തെന്ന് കണ്ടുപിടിക്കാം? R1 plus R2 is equal to R1 4 ഓം ആയിട്ടും R2 2 ഓം ആയും നമ്മൾ എടുക്കുന്നു. അപ്പൊ എത്ര വരും? 2 plus 4 സമം 6 ഓം എന്ന് വരും. ആ സർക്യൂട്ടിലെ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ശ്രേണി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ R1 plus R2 എന്ന് എടുത്തത്. അപ്പം R is equal to 6 ഓം എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കറണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഓംസ് ലോ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓം നിയമം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിയും ഐയും ആറും തമ്മിലുള്ള റിലേഷൻ ആണ് ഓംസ് ലോ നൽകുന്നത്. ഇതിൽ നിന്ന് ഐയുടെ റിലേഷൻ എന്താ കിട്ടുന്നത്? വി ബൈ ആർ. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്നാണ് റിലേഷൻ നമുക്ക് കിട്ടുന്നത്. വി ഇവിടെ തന്നിട്ടുണ്ട് 6 വോൾട്ട് എന്നുള്ളത്. ആറ് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി 6 ആണ്. 6 by 6 ഈസ് ഈക്വൽ ടു 1 എന്ന ആൻസർ കിട്ടും. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. അപ്പൊ ആൻസർ കിട്ടുന്നത് 1 ആംപിയർ എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പേജ് നമ്പർ 18ൽ കൊടുത്തിരിക്കുന്ന ചോദ്യമാണിത്. What is the current if 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied? 12 ഓം 4 ഓം റെസിസ്റ്ററുകൾ പാരലലായി ഘടിപ്പിച്ചിരിക്കുന്നു, സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അതിലേക്ക് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. അങ്ങനെയാണെങ്കിൽ അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയാണ്? ആ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു 12 ഓം 4 ഓം എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? സമാന്തരമായാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 12 ഓം റെസിസ്റ്റൻസും 4 ഓം റെസിസ്റ്ററും സമാന്തരമായാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. കണക്റ്റഡ് ഇൻ പാരലൽ. 12 ഓം 4 ഓം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യുന്നത് R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2. R1 12 ഓമും R2 4 ഓമുമായി നമ്മൾ എടുക്കുന്നു. R is equal to R1 12 into R2 4 divided by 12 plus 4. That is equal to 48 divided by 16. എത്ര കിട്ടും? 16 into 3 48 ആണ്. അപ്പം 16ഉം 48ഉം കൂടെ എത്ര ടൈംസ് വരും? 3 ടൈംസ് വരും. അപ്പൊ 3 ഓം എന്ന ആൻസർ കിട്ടി. അതായത് 48നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 3 ഓം എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനല്ല, എന്താണ്? കറണ്ട് കണ്ടുപിടിക്കാനാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിരുന്നത്? 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ഓംസ് ലോ, വി ഐ ആർ എന്താ ഇക്വേഷൻ വരിക? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 12 divided by 3. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 4. കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. ആൻസർ 4 ആംപിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 10 resistors of 2 ohm each are connected in parallel. Calculate the effective resistance. 2 ഓം മൂല്യമുള്ള
10 റെസിസ്റ്ററുകൾ സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്നു. 10 എണ്ണം സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്നു. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ വിലയുള്ള ഒരുപാട് പ്രതിരോധങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് സീരീസിലും പാരലലും 2 ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസിന്റെ മൂല്യം R ഉം എണ്ണം N ഉം ആണെങ്കിൽ പ്രതിരോധം R ഉം എണ്ണം N ഉം ആണെങ്കിൽ ശ്രേണിയിൽ ഘടിപ്പിക്കുമ്പോൾ സീരീസിലെ സബല പ്രതിരോധം R is equal to R into N. അതായത് എണ്ണവും പ്രതിരോധവും തമ്മിൽ ഗുണിച്ചാൽ മതി. ഒരേ മൂല്യമുള്ള പ്രതിരോധങ്ങൾ ഒരുപാട് എണ്ണം തന്നു കഴിഞ്ഞാൽ സീരീസിലെ സബല പ്രതിരോധം കണ്ടുപിടിക്കാൻ ശ്രേണിയിലെ കണ്ടുപിടിക്കാൻ രണ്ടും തമ്മിൽ ഗുണിച്ചാൽ മതി. അതേ സമയം സമാന്തരമാണെങ്കിൽ പാരലൽ ആണെങ്കിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ R is equal to നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഗുണിക്കുകയല്ലേ ചെയ്തത്, അതിന് പകരം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യണം R/N. അതായത് പ്രതിരോധത്തിന്റെ മൂല്യവും അതുപോലെ എണ്ണവും തമ്മിൽ എന്ത് ചെയ്യണം, ഹരിക്കണം. അപ്പൊ സീരീസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ നമ്മളോട് പാരലൽ സമാന്തരമായാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഓം പ്രതിരോധങ്ങൾ 10 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പൊ പ്രതിരോധത്തിന്റെ വാല്യൂ R is equal to 2 ഓം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ എത്ര പ്രതിരോധങ്ങളാണ് തന്നിരിക്കുന്നത്? N is equal to 10 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to പാരലൽ ആയതുകൊണ്ട് R/N. അപ്പൊ എന്ത് വരും? 2/10. That is equal to എന്താണ് 2/10 എന്ന് പറഞ്ഞാൽ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. അപ്പൊ എന്ത് വരും? 0.2 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസും പാരലലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പേജ് നമ്പർ 17ലെയും 18ലും നൽകിയിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് അവസാനിച്ചു. റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ സീരീസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് അവസാനിച്ചു.